നമസ്കാരം. ഓം നമ ശിവായ. വെളുത്ത പക്ഷത്തിലും കറുത്ത പക്ഷത്തിലും ത്രയോദശി തിഥി വരുന്ന സമയമാണ് പ്രദോഷം ആചരിക്കുന്നത്. ഇന്ന് വൃശ്ചിക മാസത്തിലെ കറുത്ത പക്ഷ പ്രദോഷമാണ്. ശ്രീ പരമേശ്വരനെ ഭജിക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് പ്രദോഷ സന്ധ്യ എന്ന് പറയുന്നത്. പാർവതി ദേവിയെ സന്തോഷിപ്പിക്കുവാൻ മഹാദേവൻ നടരാജ നൃത്തമാടുന്ന സമയമാണ് പ്രദോഷ സന്ധ്യ. ഈ പ്രദോഷ സന്ധ്യാവേളയിൽ പാർവതി ദേവിയെ പീഠത്തിലിരുത്തി ശിവൻ നൃത്തമാടുമ്പോൾ സകല ദേവതകളും ശിവനെ ഭജിക്കുവാനായിട്ട് എത്തുന്നതാണ്. സകല ദേവതകളാൽ സ്തുതിക്കപ്പെട്ട് ഇരിക്കുന്ന ഈ സമയത്ത്, അതായത് ശിവപാർവതിമാർ സന്തോഷപൂർവ്വം ഇരിക്കുന്ന ഈ പ്രദോഷവേളയിൽ ശിവപാർവതിമാരെ ഭജിച്ചാൽ ശത്രുനാശം, രോഗശാന്തി, ദാരിദ്ര്യശമനം, മംഗല്യഭാഗ്യം, കീർത്തി, സകലവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഭഗവാൻ ശ്രീ പരമേശ്വര പ്രീതിക്ക് എടുക്കുന്ന വ്രതമാണ് ഈ കറുത്തപക്ഷ പ്രദോഷ വ്രതം. ഭക്തിപൂർവ്വം ഈ വ്രതം അനുഷ്ഠിച്ചാൽ നിങ്ങൾക്ക് സന്താനഭാഗ്യം, കുടുംബൈശ്വര്യം, പാപമോചനം, കീർത്തി എന്നിവയൊക്കെയാണ് ഫലങ്ങൾ കിട്ടുന്നത്. കഴിവതും ഈ പ്രദോഷ സന്ധ്യയിൽ എവിടെയാണെങ്കിലും ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ടേ ഇരിക്കാവുന്നതാണ്. അതിന്റെ ഫലം മറ്റെന്തിനേക്കാളും വലുതാണ്. അതുപോലെ തന്നെ വ്യാഴാഴ്ചയും കൂടി ചേർന്ന് വന്ന പ്രദോഷ ദിവസമാണ്. വ്യാഴാഴ്ച എന്ന് പറയുന്നത് കുബേര ഭഗവാന്റെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ഈ കുബേര പ്രദോഷ ദിനം വളരെയധികം വിശേഷപ്പെട്ട ദിവസമാണ്. സമ്പത്തിന്റെ അധിപനായ കുബേര ഭഗവാനെ ഭജിച്ചാൽ സാമ്പത്തിക ബാധ്യതകൾ എല്ലാം മാറി ധനവരവ് ഉണ്ടാകുന്നതാണ്. അങ്ങനെയുള്ള ഈ കുബേര പ്രദോഷ ദിവസത്തിൽ കുബേര ഭഗവാനെയും ശ്രീ പരമേശ്വരനെയും മനസ്സിൽ വിചാരിച്ച് ഇനി പറയുന്ന ഒരു നാമം ചൊല്ലുക. അത് നിങ്ങളുടെ ജീവിതത്തിലെ സകല കടങ്ങളും തീർത്ത് നിങ്ങളുടെ സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കി തരുന്നതാണ്. ഇനി പറയുന്ന ഭഗവാന്റെ ഈ നാമം 9 തവണയോ 21 തവണയോ 41 തവണയോ 108 തവണയോ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. രാത്രി 12 മണിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാം. എല്ലാ പ്രദോഷ സന്ധ്യയിലും ചൊല്ലുന്നത് ഐശ്വര്യം തന്നെയാണ്. നാമം ഇതാണ്: ഓം ഐശ്വര്യ ലിംഗായ നമഃ. എല്ലാവർക്കും ശ്രീ പരമേശ്വരന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്